viewers, welcome back to Zara Learning. It's me, Sri Bhama SB. ഹായുടെ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെ ന്യൂ അക്കാഡമിക് ഇയർ ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾ പുതിയ പുതിയ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. കോൾ ആൻഡ് പെട്രോളിയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി എക്സാമിന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടൈപ്പാണ് ഈ MCQ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ്. സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നന്നായിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, റെഡി. അപ്പൊ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടെ മിസ്സിന് പറയാനുണ്ട്. നമ്മുടെ ക്ലാസ് 8 CBSEക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാച്ച് ആണ് യോധ ബാച്ച്. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ യോധ ബാച്ചിനെ പറ്റിയിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വൈ യോധ ബാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ്സുകൾക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. നിങ്ങൾ കുറച്ച് സമയത്തിന് കുറച്ച് ആളുകളൊക്കെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ടൈം ലിമിറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബട്ട് നമ്മുടെ യോധ ബാച്ചിൽ അങ്ങനെയില്ല, ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആപ്പിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോരോ എക്സാമുകൾ ഓരോരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമുകൾ കണ്ടക്ട് ചെയ്യും. അതും എങ്ങനെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരുന്നോ, നിങ്ങളുടെ ബോർഡ് എക്സാമിന് വരുന്നോ അതേ പാറ്റേണിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതിൽ ജോയിൻ ചെയ്യുക. ഇതിന് വരുന്നത് വെറും 2499 rupees മാത്രമാണ്. സോ മക്കളെ മാക്സിമം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ MCQ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എക്സോസ്റ്റബിൾ റിസോഴ്സസ്? എയർ, കോൾ, വാട്ടർ, സൺലൈറ്റ്. ഏതാ മക്കളെ വരാ? എന്താണ് എക്സോസ്റ്റബിൾ റിസോഴ്സസ് നമുക്ക് അറിയണം അല്ലെ. അത് പറഞ്ഞാലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. എക്സോസ്റ്റബിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം കിട്ടുന്ന സാധനം. പെട്ടെന്ന് അത് കഴിഞ്ഞു പോകും. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കഴിഞ്ഞു പോകുന്നതിൽ ഏതാ വരാ? കോളല്ലേ. കാരണം കോള, പെട്രോള്, ഡീസല് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസുകളാണ്. അപ്പൊ റിസോഴ്സസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ്. വാട്ട് ഈസ് മീൻ ഓർ വാട്ട് ഡു യു മീൻ ബൈ എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, present in limited quantity will be exhausted. യൂസ് ചെയ്യുന്നതോറും അത് എക്സോസ്റ്റബിൾ ആയിട്ട് പോകും. കാരണം മില്യൺ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് ഫോർമേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് ഫോർമേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പെട്രോള്, ഡീസൽ, LPG കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്ക് ഒരുപാട് ഉപയോഗിച്ചാൽ തീരും. അതുകൊണ്ടാണല്ലോ പെട്രോളിന്റെ ഡേ ബൈ ഡേ എന്താണ് റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. റെഡി. അപ്പൊ നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്ന സാധനങ്ങളാണ് എക്സോസ്റ്റബിൾ ആയിട്ടുള്ളത്. അത്രമാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എക്സാമിന് പഠിച്ചു വെക്കാം. ആൻഡ് ഇൻഎക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും തീർന്നു പോവുകയില്ല. എത്ര വേണേലും നമുക്ക് റീന്യൂ ചെയ്താ യൂസ് ചെയ്യാം. റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. നമുക്ക് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ എക്സോസ്റ്റബിൾ അല്ലാത്ത കുറേ എന്താണ് എനർജി സോഴ്സസ് ആണ് ഇത്. ഇപ്പൊ എയർ, വാട്ടർ ഇല്ലേ. നമ്മൾ വാട്ടറും എയറും ഒക്കെ അല്ലെങ്കിൽ സൺലൈറ്റ് ഒക്കെ എടുത്തോ. ഡേ ബൈ ഡേ സൺലൈറ്റ്, ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം സൺലൈറ്റ് വരില്ലേ. അപ്പൊ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് അല്ലേ. എത്ര വേണേലും നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും വരില്ല. അങ്ങനെയുള്ളതിനെ ലിമിറ്റഡ് അല്ലാത്ത സാധനങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ജിയോനൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുള്ള നെറ്റിന്റെ ഓഫർ വരുന്നു എന്നൊക്കെ പറയും. കാരണം നിങ്ങൾക്ക് എത്ര വേണേലും ഉപയോഗിച്ച് നോക്കാം. അതുപോലെ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഇൻഎക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്. എക്സാമ്പിളാണ് എയർ, വാട്ടർ, സൺലൈറ്റ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് എക്സോസ്റ്റബിൾ നാച്ചുറൽ റിസോഴ്സസിനുള്ള എക്സാമ്പിള്. നമ്മുടെ കോള്, പെട്രോളിയം, ഡീസൽ, LPG, കെറോസിൻ ഒക്കെ എന്ത് നമുക്ക് പറയാൻ പറ്റും, എക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. റെഡി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻഎക്സോസ്റ്റബിൾ റിസോഴ്സസ്? കോള, വിൻഡ്, പെട്രോള്, ഡീസൽ. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം ഓൾറെഡി നമുക്ക് ഈ കോൺസെപ്റ്റ് അറിയുന്നതുകൊണ്ട് ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാ മക്കളെ വരാ? നമുക്ക് പറയാൻ പറ്റും വിൻഡ് ആണ്. കാരണം കോള്, പെട്രോള്, ഡീസൽ എന്ന് പറയുന്നതൊക്കെ ഫോസിൽ ഫ്യൂവൽസിൽ പെടുന്നതാണ്. അതൊക്കെ എന്താണ് നമുക്ക് ഉപയോഗിക്കുന്നതോറും തീർന്നു പോകുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നതാ. എന്നാൽ നമുക്ക് വിൻഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ എപ്പോൾ വേണേലും എന്നല്ല, നമുക്ക് മാക്സിമം കിട്ടുന്ന കാര്യമാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ വിൻഡിൽ നിന്നൊക്കെ ഇപ്പൊ എന്തുണ്ടാക്കുന്നത്, ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇൻഎക്സോസ്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസിനുള്ള എക്സാമ്പിളുകൾ കൂടെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ദ സണ്ണ്, ഫോറസ്റ്റ്, റോക്ക്, മിനറൽസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ എക്സാമ്പിളുകളാണ്. സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ 2 മാർക്ക് നമ്മളിപ്പോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനുമാണ് എനർജി സോഴ്സസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തത്. റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സസും നോൺ റിന്യൂവബിളും. ഇത് നമ്മുടെ എക്സോസ്റ്റബിൾ ആയിട്ടുള്ളതാണ്, എക്സോസ്റ്റബിൾ, ആൻഡ് ദിസ് ഇസ് നോൺ എക്സോസ്റ്റബിൾ.
ഓക്കെ അല്ലേ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. വിച്ച് among the following of a petroleum product which can used in മെറ്റലിംഗ് ഓഫ് റോഡ്? മെറ്റൽ ചെയ്യുക അല്ലെ, റോഡ് നമ്മളെപ്പോഴും മെറ്റൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ കാണാറില്ലേ, റോഡ് പണി നടക്കുന്ന സമയത്ത് അവർ മെറ്റൽ ചെയ്യാറുണ്ട്, ടാർ ചെയ്യാറുണ്ട്, അതേപോലെ കുറെ കോൺക്രീറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോക്ക് ആണോ, ബിറ്റുമിൻ ആണോ, കോൾട്ടാർ ആണോ, കോൾ ഗ്യാസ് ആണോ? ഏതാ വരാ? നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച കേസ് ആയിരിക്കും ഇത് അല്ലെ. ഏതാ മക്കളെ ആൻസർ എന്ന് പറയുന്നത്? ബിറ്റുമിൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ റോഡ് ടാർ ചെയ്യുന്നതും അതുപോലെ മെറ്റൽ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു ലിക്വിഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലിക്വിഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണ് ബിറ്റുമിൻ എന്ന് പറയുന്ന ഈ ഒരു ആള്. ഒരു ബ്ലാക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു നല്ല സ്മെല്ലൊന്നും അല്ല, ഒരുമാതിരി സ്മെല്ലൊക്കെയാണ്. അതാണ് ബിറ്റുമിൻ എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റോഡ് മെറ്റൽ ടാർ ചെയ്യുമ്പോഴും മെറ്റലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് പെട്ടെന്ന് എഴുതി വെച്ചോ, ബിറ്റുമിൻ. റെഡി? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് CNG ആണോ, നാച്ചുറൽ ഗ്യാസസ് ആണോ, കോൾ ആണോ, പെട്രോളിയം ആണോ എന്നാണ് ചോദിക്കുന്നത്. ഏതാ മക്കളെ വരാ? ഏതാണ് ബ്ലാക്ക് ഗോൾഡ്? ബ്ലാക്ക് ഗോൾഡ് പറയുമ്പോൾ തന്നെ നമുക്ക് അത് എന്തോ കിട്ടുന്നുണ്ട്, ബ്ലാക്ക് കളറിലുള്ള എന്തോ ലിക്വിഡ് ടൈപ്പ് സാധനമാണ്, നമുക്ക് മനസ്സിലായി. അതും ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്രയും റേറ്റോട് കൂടിയിട്ട് ബ്ലാക്ക് കളറിൽ കാണുക പറയുമ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നില്ലേ? ഏതാ വരാ? പെട്രോളിയം പ്രൊഡക്ട്സുകൾ അല്ലേ. അത്രയും നമ്മൾക്ക് ഇപ്പൊ ഡേ ബൈ ഡേ റേറ്റ് കൂടാനും പ്രൈസ് കൂടാനും ഒക്കെ റീസൺ എന്ന് പറയുന്നത് അത്രയും അത് ലിമിറ്റഡ് അല്ല, ആ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോ. പെട്രോളിയം ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് പെട്രോൾ ആണ്. മറന്നു പോകരുത് മക്കളെ, പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻറ്റ്. റെഡി, സെറ്റ്. സോ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പഠിക്കാറുള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. സോ അതുവരേക്ക് ബൈ ബൈ, സീ യു.